ഹലോ ഗൈസ്, ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം ഷാനവാസിക്കയും അക്ബറും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഷാനവാസിക്കയും അക്ബറും കൂടി ഇതാണ് പറയുന്നത്, അവനൊരു റിയൽ ആയിട്ടുള്ളൊരു ജെനുവിൻ ഒരു വ്യക്തിയാണ്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് അനുമോൾ അത് ഭയങ്കരമായിട്ട് ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എടുത്തു. എല്ലാവരോടും ഓടി നടന്ന് പറയുകയും അവനോട് താല്പര്യമില്ല എന്ന് തോന്നിയപ്പോൾ അവനത് അവിടെ തന്നെ കളഞ്ഞു. പിന്നെ അവൻ അതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കുന്നു പോലുമില്ല. അത്ര ജെനുവിനായിട്ടുള്ളൊരു വ്യക്തിയാണ് അവൻ. റിയൽ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അനിമോൾ അങ്ങനെയല്ല. അനിമോൾ ഭയങ്കരമായിട്ട് ഗെയിമാണ് അത് എടുത്തത്. കാരണം കണ്ടവരടുത്തെല്ലാം ഓടി നടന്നു പറയുന്നു. പിന്നെ അതിനുശേഷം ഇത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് സംസാരിപ്പിക്കണം എന്നുള്ള അങ്ങനെയുള്ള ഒരു ഗൂഢമായിട്ടുള്ള ഒരു ലക്ഷ്യം അനിമോൾക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലോചിക്കുമ്പം ഷാനവാസും അക്ബറും കൂടി പറഞ്ഞു. അപ്പോൾ അക്ബർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അക്ബർ വന്ന് ശരിയാണ്, പിന്നെ അനീഷേട്ടൻ വളരെ റിയൽ ആയിട്ടാണ്. എനിക്ക് ആദ്യം അത് തോന്നിയില്ല, പിന്നീട് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. പുള്ളി വളരെ ജെനുവിനായിട്ടാണ് പറഞ്ഞത്. പിന്നെ താല്പര്യമില്ലാന്ന് കണ്ടപ്പോൾ പുള്ളിയുടെ കാര്യം കൂടി നോക്കി. കാരണം ഇതൊരു ഷോയാണ്, പുള്ളിക്ക് പറയാനുള്ളത് പുള്ളി പറഞ്ഞു. അപ്പോൾ അതങ്ങനെ തന്നെ വേണമല്ലോ. ഒരാൾക്ക് മനസ്സിലൊരു ഇഷ്ടം തോന്നിയാൽ അത് പുള്ളിക്ക് വേണമെങ്കിൽ അത് മറച്ചു വെച്ച് അഭിനയിച്ച് അടുപ്പം കാണിച്ച് നടക്കാമായിരുന്നു. പക്ഷേ അത് പുള്ളി റിയലായിട്ട് പറഞ്ഞു. എതിർ കക്ഷിക്ക് താല്പര്യമില്ല എന്ന് തോന്നിയപ്പോൾ തന്നെ പുള്ളി മാറി. പക്ഷേ ഇവിടെ അനിമോൾ അങ്ങനെയല്ല. അനിമോൾ എന്ന് പറയുന്നത് ഭയങ്കര ഫേക്ക് ഡ്രാമയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അനിമോൾ ഈ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷവും വന്നിരുന്ന ആദിലയുടെ നൂറയോട് ഇത് തന്നെ പറയുവാണ്. അയ്യോ, അദ്ദേഹത്തിന് ഇഷ്ടം, അദ്ദേഹത്തിന് എന്തു തോന്നിക്കാണും, അദ്ദേഹം ഇനി എന്തായിരിക്കും. അപ്പം ഉടനെ ആദില പറഞ്ഞു, ഇനി ഈ സബ്ജക്റ്റ് വിടുക, പുള്ളിയുടെ കാര്യം നോക്കുകയാണ്. പുള്ളി നിനക്ക് താല്പര്യമില്ലാന്ന് പുള്ളിക്ക് മനസ്സിലായി, പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് പിന്നീട് ഇതാവുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, അതിനെക്കുറിച്ച് പിന്നെയും സംസാരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആദിലയും നൂറയും അത് സ്റ്റോപ്പ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറഞ്ഞതുമായിട്ട് ഇത് കൂട്ടി വയ്ക്കുമ്പോൾ ഷാനവാസ് പറഞ്ഞത് കറക്റ്റാണ്. ഇവരിത് പ്രേമ നാടകം കളിച്ചിട്ട് പിന്നെ എന്താ പറയുക, ഫ്ലൈയിങ് കിസ്സും തല മസാജ് ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ കാണിച്ച് അയാളെ പിന്നെ കെട്ടവനും കെട്ടവൾ എന്താ വിളിക്കുന്നത്, ഈ ചായ എന്ന് വിളിക്കട്ടെ എന്ന് ചോദിച്ചു കൃഷി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അയാളെ പ്രേമ നാടകത്തിൽ പെടുത്തി. കാരണം ഇവർ വിചാരിക്കുന്ന ഇത് കോമഡി സ്ക്രിപ്റ്റ് 1 മണിക്കൂർ പ്രോഗ്രാമാണെന്ന്. ഇതൊരു റിയാലിറ്റി ഷോയാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഒരാണായാലും പെണ്ണായാലും ഒരു സ്ഥലത്ത് 100 ദിവസം അവരുടെ എല്ലാ ഇമോഷൻസും അവർ റിയൽ മനുഷ്യരായിട്ടാണ് ഇതിനകത്ത് എങ്ങനെയാണ് ഈ ഷോ തുടങ്ങുന്നത് തന്നെ. നമ്മൾ ആദ്യമൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴാണ് ഇത് സ്ട്രാറ്റജിയും കണ്ടൻറ്റും ഒക്കെ നമ്മൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. കുറേ ആൾക്കാർ കണ്ടൻറ് എന്ന് പറയുന്നത്, കുറേ ആൾക്കാർ ഈ വർഷമാണ് അനിമോളുടെ വായിൽ നിന്നാണ് പേയ്മെൻറ്റ് എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നത്. പേയ്മെൻറ്റ്, ഞാൻ വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഞാൻ കണ്ടൻറ്റ് കൊടുക്കുന്നു. ഇതേ കണക്ക് പാവപ്പെട്ട മനുഷ്യന്മാരെ പ്രേമം നാടകം കളിപ്പിച്ചിട്ട് അവരെ പിന്നെ വലയിലാറ്റിയിട്ട് അതാണോ പിന്നെ കണ്ടൻറ്റ്. ഈ കണ്ടൻറ്റിനൊക്കെ ജനങ്ങൾ എന്താണ് മറുപടി പറയുന്നത് അറിയാൻ പറ്റത്തില്ല. എന്നിട്ട് പിന്നെ ഇവിടെ ഇരുന്ന് കുറേ പിന്നെ വിവരമില്ലാതെ കുറേ യൂട്യൂബർമാർ ഇരുന്ന് മോങ്ങിയാൽ മതിയല്ലോ. കണ്ണീരും മെഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നടക്കുമോ? കാരണം നമ്മുടെ കയ്യിലിരിപ്പും കൂടി നന്നാവണം. ഞാനും ഒരു പെണ്ണ് തന്നെയാണ്. കണ്ട ആണുങ്ങളെല്ലാം ഇതണക്ക് ഫ്ലൈയിങ് കീസും കൊടുത്ത് എന്തായാലും ഇത് സ്ക്രിപ്റ്റ് കൊടുത്തതാണോ? ഒരു കോമഡി സ്റ്റാറിലോ ഒരു സീരിയലിലോ ഒക്കെ ഇതണക്ക് സ്ക്രിപ്റ്റ് കൊടുത്ത് ഒരു കട്ടിലേക്ക് കിടക്കുന്നതോ അല്ലെങ്കിൽ ഫ്ലൈയിങ് കീസ് കൊടുക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതൊക്കെ അഭിനയിക്കാം. ഇതൊരു റിയാലിറ്റി ഷോയിൽ പല വ്യത്യസ്തരായ ക്യാരക്ടറുള്ളവരാണ്. അവരവരോട് വന്ന് ജീവിക്കുകയാണ്, അല്ലെ അവരുടെ ഗെയിം ആയിരിക്കും. പക്ഷേ അവർ ഗെയിം കളിക്കുമ്പോൾ അതിനകത്ത് എപ്പോഴും പലരും ആ ഗെയിം സമയത്ത് അല്ലാത്തപ്പോഴെല്ലാം മനുഷ്യരായി തീരും, സാധാരണ മനുഷ്യരായി തീരും. അപ്പോൾ അവരടുത്ത് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചാൽ പാവപ്പെട്ട മനുഷ്യരാകുമ്പോൾ അത് തെറ്റിദ്ധരിക്കും. ആ തെറ്റിദ്ധരിക്കുമ്പോൾ പിന്നെ ഇരുന്ന് അയ്യോ അതിനെ വെച്ചിട്ട് പിന്നെ ഒരു ഗെയിം കളിച്ചിട്ട് സിമ്പതി നേടാനായിട്ട് ഇവിടെ കുറേ പിന്നെ എന്താ പറയുക പിന്താങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ല സെലിബ്രിറ്റികൾ മാത്രം. ഈ സെലിബ്രിറ്റികൾക്ക് എന്തും കാണിക്കാമെന്നാണോ? സാധാരണക്കാരായ മനുഷ്യരെ മുകളിൽ എന്തും കാണിക്കാം, ഇവരൊക്കെ വലിയ ആൾക്കാരാണ്, ഇവരെയൊക്കെ താങ്ങാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നൊരു തോന്നലാണോ? അല്ലാണ്ട് എനിക്ക് അറിയാൻ ചോദിക്കുകയാണ്. ഈ സെലിബ്രിറ്റികളായ ആൾക്കാർ എന്ത് തോന്നിവാസം കാണിച്ചാലും എന്ത് നാടകം കളിച്ചാലും അവരെയൊക്കെ താങ്ങാനും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്ന് വിചാരിക്കരുത്. കാരണം ഈ മനുഷ്യന്മാർ സാധാരണക്കാരായി നമ്മളാണ് ഇവരെയൊക്കെ സെലിബ്രിറ്റികളാക്കുന്നത്, അല്ലേ? നമ്മളാണ് സാധാരണക്കാരായി നമ്മളാണ് ഇവരെയൊക്കെ സെലിബ്രിറ്റികളാക്കുന്നത്. അല്ലാണ്ട് ഇവരൊന്നും സെലിബ്രിറ്റികളായിട്ട് വരുന്നവരല്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും മനുഷ്യന്മാരുടെ മുമ്പിൽ പ്രേമ നാടകം കളിച്ച് അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത് വളരെ മോശമായി പോയെന്ന് ഇനി പറയാൻ പറ്റൂ. കുറേ യൂട്യൂബർമാർ ഇരുന്ന് മെഴുകുന്നുണ്ടല്ലോ. അതേ കണക്ക് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴും പറഞ്ഞിട്ട് ജീവൻ നശിപ്പിച്ചെന്ന്. അപ്പോൾ ജീവൻ ഗോപാലാണോ ജീവിതം നശിപ്പിച്ച? അനീഷാണ്. കാരണം ജീവൻ ഗോപാൽ സീരിയലിൻ്റെ പ്രൊമോഷനുമായിട്ട് വന്നപ്പോൾ ഡ്രസ്സിംഗ് റൂമിലിരുന്ന് ആദിലയും എടുത്ത് പറയുന്നതാണ്, നമ്മളെ ബിഗ് ബോസ് കേൾപ്പിച്ചതാണ്, അവൻ എൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ്, എന്നെ ആത്മഹത്യയുടെ വക്കിൽ വരെ അവൻ കൊണ്ടെത്തിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു നാടകവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് ആരാണ് ഉത്തരവാദി? പാവപ്പെട്ട അനീഷ് എന്ന് ചോദിച്ചതാണ് ഇപ്പോൾ കുഴപ്പം. എന്തായാലും മെഴുകുന്ന കുറേ യൂട്യൂബർമാർക്ക് നല്ല നമസ്കാരം, അത്ര ഇപ്പോൾ പറയാൻ പറ്റൂ.